തീർച്ചയായിട്ടും കോൺഗ്രസിനെ വല്ലാത്ത ഒരു വിഷമവൃത്തത്തിലാക്കിയിട്ടുള്ള ഒരു ഒരു പ്രതിസന്ധിയാണ് ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ മീനല്ല. കാരണം രണ്ട് രീതിയിലാണത്. ഒന്ന്, അദ്ദേഹം വഹിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി, അത് പ്രധാനപ്പെട്ട പദവിയാണ്. കേരളത്തിലെ ഏറ്റവും രണ്ടാമത്തെ എന്ന് ഉറപ്പിച്ചു പറയാവുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ. പക്ഷെ അതിനപ്പുറത്ത് അദ്ദേഹത്തിന് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിന് അപ്പുറത്ത് ഒരു രാഷ്ട്രീയ പ്രസക്തി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ CPM ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന നാവ് ഓരോ വിഷയങ്ങളിലും, നിയമസഭയ്ക്കകത്തായാലും അതുപോലെ തന്നെ പുറത്തായാലും ചാനൽ ചർച്ചകളിലായാലും CPM-നെ അരിഞ്ഞു വീഴ്ത്തുന്ന അതിശക്തമായിട്ടുള്ള വാക്ചാതുര്യമായിരുന്നു രാഹുലിൻ്റെത്. അതില് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയൻ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ഒരേ ഒരാള് കേരളത്തിലുണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഏതായാലും അത്രത്തോളം ചങ്കൂറ്റം കാണിച്ച് സമര പരമ്പരകളിൽ തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും അദ്ദേഹത്തെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അതിശക്തമായിട്ടുള്ള ഒരു മുഖമായിട്ട് സർക്കാരിനെതിരെ, CPM-നെതിരെ ഉള്ള ഒരു വലിയ മുഖമായിട്ട് കേരളം പ്രതിഷ്ഠിച്ച അല്ലെങ്കിൽ കേരളം അംഗീകരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അങ്ങനെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്, അതായത് പ്രസക്തിയുടെ ഉത്തുംഗത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ടപ്പൂ എന്ന് പറഞ്ഞ് താഴേക്ക് വീഴുന്നത്. അതും ആ താഴേക്ക് വീഴാനിടയായ കാരണങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്നത്. അതായത് രാഹുൽ ഓവറായിട്ട് താലോലിക്കപ്പെട്ടൊരു നേതാവാണ്. മറ്റു പലരേക്കാൾ കൂടുതലായിട്ട് ക്ലേശങ്ങളൊന്നും സഹിക്കാതെ KSUവിൽ നിന്ന് നേരെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ MLA സ്ഥാനത്തേക്ക് എത്തുന്നു. ഇത്രയും, അതായത് മൂക്കാതെ പഴുത്ത പ്രശ്നങ്ങളാണ് രാഹുലിൻ്റെതെന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് ഓവറിൽ ആളനെ കിട്ടി. അദ്ദേഹത്തിന് ഗോഡ് ഫാദേഴ്സ് ഉണ്ട്. ഷാഫി, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, VD സതീശൻ, അതുപോലെ തന്നെ PC വിഷ്ണുനാഥ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ വല്ലാതെ പ്രൊജക്ട് ചെയ്തു, അല്ലെങ്കിൽ വല്ലാതെ താലോലിച്ചു, അദ്ദേഹത്തെ ലാളിച്ചു എന്നുള്ളൊരു ആരോപണമൊക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ രാഹുലിന്റെ പതനം എന്ന് പറയുന്നത്, രാഹുൽ ഏത് കാരണത്തിന്റെ പേരിലാണ് താഴേക്ക് വീഴുന്നത്, രാഷ്ട്രീയമായിട്ട് തകർന്നത് എന്നത് ആലോചിക്കുമ്പോഴാണ് പാർട്ടിക്ക് കൂടുതൽ വിഷമാവുന്നത്. അതായത് പാർട്ടിയെ മൊത്തം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങളാണ്. അതിൽ ഏറ്റവും ഒടുവിൽ വന്ന എപ്പിസോഡ് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കക്ഷിയെ ബലാത്സംഗം ചെയ്യാൻ ആണെന്ന് ചാറ്റ് ചെയ്തു എന്നൊക്കെയാണ്. അതുപോലെ തന്നെ അതിന് മുമ്പ് യുവനടിയായിട്ടുള്ള അശ്ലീലം 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ പ്രവാസി നടിയോട് സംസാരിച്ച് ചാറ്റ് ചെയ്ത് അത് സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വലിയ ബോസ്റ്റ് ചെയ്ത് സംസാരിച്ചു. ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നു. രാഹുലിന്റെ പേരിൽ സ്ത്രീ വിഷയത്തിൽ ഉണ്ടായിരുന്ന, അതുപോലെ തന്നെ അതിനേക്കാൾ ഏറ്റവും പ്രധാനം പുറത്തു വന്ന ആ ഒരു ഗർഭമലസിപ്പിക്കാൻ, അബോർഷന് വേണ്ടി ഒരു പെൺകുട്ടിയെ നിർബന്ധിക്കുന്ന, അതാണ് ഇപ്പൊ ഏറ്റവും രാഹുലിന് ഒരു തരത്തിലും നിഷേധിക്കാനാവാത്ത രീതിയിൽ അനിഷേധ്യമായ തെളിവായി പുറത്തു വന്നതും രാഹുലിന്റെ രാജിയിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തിച്ചതും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഈ എപ്പിസോഡ് അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കട്ടെ. യഥാർത്ഥത്തിലുള്ള പ്രശ്നം രാഷ്ട്രീയമാണ്. അതായത് 2 തെരഞ്ഞെടുപ്പുകൾ ആസന്നമായി നിൽക്കെയാണ് ഈ വിഷയം കത്തിക്കാളുന്നത്. അതായത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമുക്കറിയാം, രാഹുൽ മത്സരിച്ച പാലക്കാട്ടടക്കം, അതിനുശേഷം നിലമ്പൂർ, അതിനു മുമ്പ് പുതുപ്പള്ളി, അതിന് ഏറ്റവും ആദ്യം തൃക്കാക്കര, ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF വൻ വിജയം നേടി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഷാഫി പറമ്പിലും വിഷ്ണുനാഥും അടക്കമുള്ള യുവസൈന്യത്തിന്റെ ഇതില് ഒരുപക്ഷെ കേരള പാർട്ടിയിലെ പ്രായമായവരെക്കാൾ കൂടുതൽ ഈ വിജയങ്ങളിലെല്ലാം അധ്വാനിച്ചതും അതിന്റെ യഥാർത്ഥത്തിൽ അതിനുവേണ്ടി പണിയെടുത്തതൊക്കെ ഈ യുവസേനയാണ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസും അതുപോലെ നേതാക്കളുമെല്ലാം. അങ്ങനെ വലിയ ഇമേജിൽ നിൽക്കുന്ന പാർട്ടി അടുത്ത 2 തെരഞ്ഞെടുപ്പുകളിലും വലിയ പ്രതീക്ഷയോടെ തീർച്ചയായിട്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കും, 100 സീറ്റ് വരെ നേടാൻ കഴിയും, അല്ലെങ്കിൽ എന്തായാലും അധികാരമാറ്റം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നൊരു ഘട്ടത്തിലാണ് ഇടുത്തി പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം വരുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ പാർട്ടി പുറത്തു കിടക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. ഇപ്പൊ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചെങ്കിലും പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ്. പാലക്കാട്ടെ MLA എന്നുള്ള നിലയ്ക്ക് രാഹുലിനെ ഇനി അവിടെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് DYFI പ്രഖ്യാപിച്ചിട്ടുള്ളത്, BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്.
ഇതിനു മുമ്പ് BJP DYF ഒക്കെ ഇപ്പൊ ഇന്ന് അവിടുത്തെ MP കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അത് പാലക്കാട് MP ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കർണാടകത്തില് നിങ്ങളുടെ ഘടകകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിയുടെ നേതാവ് നമുക്ക് ആരെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശിക്ഷിക്കപ്പെട്ട പ്രജ്വൽ രേവണ്ണ, അതായത് ജനതാദളിന്റെ ദേവഗൌഡയുടെ ചെറുമകൻ, അയാള് ജയിലിൽ പോയ പോലും രാജിവെക്കാതെയാണ് ജയിലിലടക്കപ്പെട്ടത്. ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് രാജിവെച്ചത് എന്നുള്ള കാര്യമൊക്കെ പാലക്കാട് MP ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരം ചോദ്യങ്ങളാണ്. മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചില്ലേ? തോമസ് ഐസക്ക് അവരെ ഹോട്ടലിലേക്ക് ക്ഷണിച്ച ആരോപണം വന്നില്ലേ? അപ്പൊ ആ സമയത്ത് ശ്രീരാമകൃഷ്ണനെതിരെ ആരോപണം ഉണ്ടായില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാമെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അതിനൊക്കെ അപ്പുറത്താണ്. അതൊക്കെ ഒരു കേസ് അല്ലെങ്കിൽ ഒരാളുടെ ആരോപണമാണ്. ഇത് സീരീസ് ഓഫ് ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആരും നിയമപരമായിട്ട് പരാതിപ്പെട്ടിട്ടില്ല, ആരും കോടതിയിൽ പോയിട്ടില്ല, ആരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല എന്നൊക്കെ പറയാമെങ്കിലും ഈ വരുന്ന ആരോപണങ്ങളുടെ ഒരു വ്യാപ്തിയും പുറത്തു വന്ന ശബ്ദരേഖയുടെ ഒരു ക്ലാരിറ്റി എല്ലാം വെച്ചുകൊണ്ട് രാഹുൽ വല്ലാതെ ഡിഫൻസിലായി പോവാണ്. രാഹുലിനോടൊപ്പം തന്നെ പാർട്ടി ഡിഫൻസിലാവാണ്. അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ നമ്മുടെ ഷാഫി പറമ്പിൽ ഇപ്പൊ ബീഹാറിലേക്ക് മുങ്ങി എന്നാണ് പറയുന്നത്, എന്നാണ് ആരോപിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് ഈ കെയർ ഓഫിൽ VD സതീശന്റെ നേരെയാണ്. VD സതീശനെ കൂടി എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ ട്രാപ്പിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ VD സതീശനെ കൂടി വലിച്ചഴിച്ച് അതിന്റെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യവും LDF വളരെ പയറ്റുന്നുണ്ട്. അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ UDF വളരെ കൃത്യമായിട്ടുണ്ടായിരുന്ന ഒരു അനുകൂല സാഹചര്യം ഓൾ ഓഫ് എ സഡനായിട്ട് ഇല്ലാതാകുന്ന ഒരു കാഴ്ച, അതും ഈ പറഞ്ഞ ഇനി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. ഇതിന്റെ ഒരു സൂചന ഇന്നലെ കിട്ടി. ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം വളരെ രൂക്ഷമായിട്ട് അത് എത്രത്തോളം ബാധിക്കാൻ ഇടയുണ്ട് എന്നതിന്റെ ഒരു സൂചന ഇന്നലെ MG സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പായിരുന്നു. പൊതുവിൽ എറണാകുളം പോലുള്ള ജില്ലകളിലൊക്കെ കേശൂരൊക്കെ അത്യാവശ്യം ഹോൾഡുള്ള അല്ലെങ്കിൽ കോട്ടയം, എറണാകുളം, MG സർവകലാശാലയുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ UDFന് സ്വാധീനമുള്ള മേഖലകളാണ്. പക്ഷെ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടതെന്താ? വളരെ മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ കോളേജുകൾ പിടിച്ചടക്കിക്കൊണ്ട് കാലിക്കറ്റിലെയും കണ്ണൂരിലെയും സാഹചര്യങ്ങളിൽ നിന്ന് തുലവും വ്യത്യസ്തമായിക്കൊണ്ട് ഇവിടെ വൻ ഭൂരിപക്ഷത്തോടെ മധ്യ കേരളത്തിന്റെ ഒരു മേഖലയാണെന്ന് ആലോചിക്കണം. അവിടെ കോൺഗ്രസിന് അതീവ ശക്തിയുള്ള എറണാകുളം പോലുള്ള സ്ഥലത്ത് പോലും, എറണാകുളം, കോട്ടയം ജില്ലകളിൽ പോലും വലിയ രീതിയിൽ ക്യാമ്പസുകൾ കൈവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ ഇന്നലെ ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം ഇന്നലെ ക്യാമ്പസിലെ ഇലക്ഷൻ നടന്നപ്പോൾ തന്നെ അതിന്റെ സൂചനകൾ പുറത്തു വരികയാണ്. അപ്പൊ ഏതായാലും രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് വളരെ ഡിഫൻസിലാണ്, പ്രതിരോധത്തിലാണ്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനം പോലും നിലനിർത്തുക അല്ലെങ്കിൽ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് പോലും ദുഷ്കരമായിരിക്കും. മുൻപ് അങ്ങനെ അല്ലേ എന്നൊക്കെ ചോദിച്ചാലും കോൺഗ്രസ് പോലെ അല്ല LDF, UDF, അതുപോലെ തന്നെ CPM, DYFയും SFIയും എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കൂട്ടത്തില് BJPയും കൂടെ കൂടുമ്പോൾ അത്ര എളുപ്പത്തിൽ രാഹുലിന് പാലക്കാട് ലാൻഡ് ചെയ്യാൻ പറ്റുമോ, അവിടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ പ്രശ്നമാണ്. ഇനിയിപ്പോ രാജിവെച്ചാൽ അവിടെ ഒരു MLA ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ഇലക്ഷൻ ഉണ്ടാവില്ല എന്നതും ഒരു വസ്തുതയാണ്. അപ്പൊ എല്ലാം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ തുരുപ്പ് സീറ്റുകളിൽ ഒരാളായിരുന്നു. ഒരുപക്ഷെ അഭിമന്യുവിനെ പോലെ ഈ പറഞ്ഞ പടക്കളത്തിൽ ഇറങ്ങി ഇവരുടെ ഈ CPMഉം BJPയും ഉയർത്തുന്ന ഇതെല്ലാം തകർത്തെറിഞ്ഞ് മുന്നേറിയ ഒരു വീരനായ പോരാളിയാണ്. എല്ലാ വിഷയങ്ങളിലും പാർട്ടിക്ക് മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും നല്ല ബെറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും നല്ല മുഖമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളും ആ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തിരശ്ശീലയിൽ ഇടാനാണോ സാധ്യത നമുക്കറിയില്ല. ഒരുപക്ഷെ തെറ്റേറ്റു പറഞ്ഞിട്ട് പലർക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് പലരും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഏതായാലും പഴയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ആ രീതിയിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് അത് അത്ര എളുപ്പമല്ല എന്ന് തന്നെയാണ്. പക്ഷെ അദ്ദേഹം മുങ്ങുന്നു. ആ മുങ്ങലിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ UDFനാണ്. UDF ഈ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കും എന്നതാണ് ഏറ്റവും രാഷ്ട്രീയ കൗതുകമുണർത്തുന്ന ചോദ്യം. ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, അതുപോലെ കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആരോപണങ്ങളൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാരും ധാരാളം കോൺഗ്രസിലും ലീഗിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട്
അവരിതിനെയൊക്കെ ഏത് എന്താ പറയാ ഏത് രാത്രിക്കും ഒരു പ്രഭാതമുണ്ട്, ഒരിക്കൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാത്രിയും പുലരാതിരുന്നിട്ടില്ല എന്ന പാട്ടുപോലെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു പ്രതിസന്ധി അവസാനിക്കാതിരുന്നിട്ടില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ അവസാനിക്കാത്ത പ്രതിസന്ധിയൊന്നുമില്ല. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ എങ്ങനെ അവസാനിച്ചു എന്നുള്ളത് നമ്മൾ കാണാം. സോളാർ കേസ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ബാർക്കോഴ അഴിമതിയാണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള മറ്റു പല കേസുകളും ഒടുവിൽ എങ്ങനെ എത്തിച്ചേർന്ന് കോടതിയുടെ മുമ്പിൽ എത്തിയപ്പോൾ ഇതെല്ലാം ആവിയായി പോയ കാഴ്ചയും കണ്ടു. ഒരുപക്ഷെ ആരും പരാതിപ്പെടാത്തൊരു സാഹചര്യത്തിൽ തെളിവുകൾ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ധാർമ്മികമായിട്ട് നോക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് രാഹുൽ നേരിടുന്നത്. കോൺഗ്രസും UDF നേരിടുന്ന വലിയ പ്രതിസന്ധി തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.